രാവിലെ തുടങ്ങി സിബിൻ ഡാർക്ക് അടിച്ചിരിക്കുന്ന കാര്യം ഒന്ന് രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. പൂജയുടെ ഹെൽത്ത് ഇഷ്യൂ കൂടി ആയപ്പോൾ സിബിന്റെ മാനസിക വിഷമം വല്ലാതെ എസ്കലേറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, കാരണം രണ്ടുപേരും തമ്മിൽ ആ രീതിയിലുള്ള ഒരു റാപ്പോ ഉണ്ടായിരുന്നു ആ ഒരാഴ്ച. സിബിന്റെ വിഷമം കണ്ടിട്ട് ബിഗ് ബോസ് സിബിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. സിബിൻ പറയുന്നത് പുള്ളിക്ക് പേടിയാണ് എന്നാണ്. ഇതിനു മുമ്പ് പുള്ളിക്ക് വന്നൊരു പ്രശ്നത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പേടിയായിട്ട് തുടങ്ങി എന്നാണ് സിബിൻ പറയുന്നത്. ഉറങ്ങാൻ പേടിയാണ്, ആ രീതിയിലൊക്കെ സിബിൻ പറയുന്നുണ്ട്. ഇതൊന്ന് ഇൻസോംനിയ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ക്വിറ്റ് ചെയ്യണം എന്നാണ് സിബിൻ ബിഗ് ബോസിനോട് മെയിൻ ആയിട്ട് പറയുന്നത്. ബിഗ് ബോസ് ആരോടും പറയാത്തൊരു തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ സിബിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ഇല്ല സിബിൻ, പ്രേക്ഷകർക്ക് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇത് ബിഗ് ബോസ് ആർക്കും കൊടുക്കാത്തൊരു വെറൈറ്റി മോട്ടിവേഷനാണ് ഇത്രയും ദിവസം ലൈവ് കണ്ടതിൽ വെച്ചിട്ട്. പിന്നെ സിബിൻ കൺഫെഷൻ റൂമിൽ ഇരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് മാസ്ക് ഒക്കെ വെച്ച് പൂജയെ കൊണ്ടുപോകാൻ ആള് വരുന്നത്. സിബിനോട് കൺഫെഷൻ റൂമിൽ വെച്ച് പറയുന്നതൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്താണ് ലൈവിൽ കാണിച്ചത്. ഇത്രയൊന്നും എഡിറ്റിംഗ് സാധാരണ കാണിക്കാറില്ല. സാധാരണ കൺഫെഷൻ റൂം ഫുട്ടേജ് കാണിക്കാറുള്ളപ്പോൾ കിട്ടുന്ന ഒരു കണ്ടിന്യൂറ്റി ഇന്ന് കിട്ടാത്തതുപോലെ എനിക്ക് തോന്നി. ബിഗ് ബോസ് എന്തിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നതിൽ വ്യക്തതയില്ല. പക്ഷെ സിബിനെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നി. മാറ്റി നിർത്തിയോ എന്നും അറിയില്ല. ഇന്നലത്തെ പ്രോമോയിൽ ലിവിംഗ് റൂമിൽ സിബിനെ കാണാനില്ലായിരുന്നു. അതും എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ്. സിബിൻ സീക്രട്ട് റൂമിലാണെന്നൊരു കൺക്ലൂഷനിലേക്ക് എത്താനേ ഇപ്പോൾ നമുക്ക് പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് കൺഫെഷൻ റൂമിൽ എന്താണ് നടന്നത് എന്ന് മൊത്തമായിട്ട് കാണിക്കാത്ത സ്ഥിതിക്ക്. എന്തായാലും പൂജയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ലൈവില് കാണിച്ചു. സിബിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി തരാതെ നമ്മളെയൊക്കെ മുൾമുനയിൽ നിർത്തി വാച്ചവർ ഉണ്ടാക്കാനുള്ള അടവാണ് ബിഗ് ബോസിന്റെ വക. നമുക്ക് നോക്കാം. സിബിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടിയാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.